ഹലോ മുത്തുമണികളെ. ഈ കഥകൾ കേൾക്കാനും കഥകൾ പറയാനുമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളെയൊക്കെ പഠിപ്പിക്കുന്നത് ഞാനാണ്. അപ്പോൾ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഭയങ്കര ഇങ്ങനെ ടയേർഡാകുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഓരോരോ കഥകൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ കഥകൾ പറയലങ്ങ് മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ വെറുതെ ആണെങ്കിലും കുറേ കഥകൾ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കഥകൾ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിയെടുത്ത്. അപ്പോൾ ഇങ്ങനെ ഓടിയെടുത്ത കഥകളിൽ നിന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരുപാട് കഥകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മുത്തുമണികളെ, ആഗ്രഹമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കഥകൾ കേൾക്കാം, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കഥ എന്ന് പറയുന്നത് ഒരു മാൻകുട്ടീനെ കുറിച്ചാണ്. കലമാനില്ലേ, കലമാൻ, നമ്മുടെ ഇങ്ങനെ ശിഖരങ്ങൾ പോലുള്ള കൊമ്പുകളുള്ള കലമാന് അവൻ്റെ ശിഖരങ്ങൾ പോലുള്ള കൊമ്പുകൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല ഭംഗിയുള്ള കൊമ്പുകളാണ്, അവന് ഭയങ്കര ഇഷ്ടവുമാണ്. അവനങ്ങനെ ആ കൊമ്പുകളെയും പ്രണയിച്ച് അവൻ്റെ കൊമ്പുകളെ പ്രണയിച്ച് അങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവൻ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു നദിക്കരയിലെത്തി. നദിക്കരയിൽ അന്ന് ശാന്തസുന്ദരമായി വെള്ളം ഇങ്ങനെ ശാന്തമായി കിടക്കുന്ന സമയത്ത് തൻ്റെ പ്രതിബിംബം അവൻ ഇടയായപ്പോൾ അവൻ്റെ കൊമ്പുകളെ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷം തോന്നി. എല്ലാം കൊള്ളാം, എൻ്റെ നല്ല കൊമ്പുകൾ. അവൻ ആ വെള്ളത്തിൽ തന്നെ അവൻ്റെ കാലുകളെ കണ്ടു. കാലുകൾ ചുള്ളിക്കമ്പ് പോലുള്ള ആ കാലുകളെ കണ്ടപ്പോൾ അവന് ഭയങ്കര നീരസം തോന്നി. ഇത്രയും വൃത്തികേടായ ഒരു കാലാണോ എനിക്കുള്ളത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കാടുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് സിംഹം അവൻ്റെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു. അവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പാഞ്ഞു ഓടി. അവൻ അതുവരെ കൊള്ളില്ല എന്ന് വിചാരിച്ചിരുന്ന ആ കാലുകൾ കൊണ്ട് അവൻ പാഞ്ഞോടുകയാണ്. ഇങ്ങനെ ഓടി കാടിൻ്റെ ഒരു വള്ളിച്ചെടികൾക്കിടയിലേക്ക് അവൻ എത്തി. ആ വള്ളിച്ചെടികളിൽ ഈ കൊമ്പ് കൊരുത്ത് അവൻ അവിടെ കുടുങ്ങി. സിംഹം അടുത്തെത്താറായപ്പോൾ അവൻ സർവശക്തിയും എടുത്ത് കാലുകൾ കൊണ്ട് ചവിട്ടി കുതിച്ചു. അവൻ രക്ഷപ്പെട്ടു. അപ്പോൾ അതുവരെ തന്നെ രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ തനിക്ക് ഭയങ്കര ഭംഗിയായി തോന്നിയിരുന്ന ആ കൊമ്പുകളേക്കാൾ അവന് ഭംഗിയില്ല എന്ന് തോന്നിയിരുന്ന ആ കാലുകളാണ് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവനെ സഹായിച്ചത്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കും അല്ലേ, നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ഭംഗിയുള്ള എന്തോ നമുക്ക് ഭയങ്കര സഹായം ചെയ്യും എന്നൊക്കെ നമ്മളങ്ങനെ ചിന്തിക്കും. പക്ഷെ നമ്മളൊന്നും അല്ല എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തും. അപ്പം കഥകൾക്ക് വേണ്ടി ഇനിയും നിങ്ങൾ എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യുക.